ഗൈസ്, വില്ലന്മാർ കുറേ ടൈപ്പ് ഉണ്ട്. പക്ഷേ വാട്ട് ഇഫ് ഒരു വില്ലൻ്റെ കയ്യിൽ ഒരു ടൈം മെഷീൻ കിട്ടുവാണെങ്കിൽ ആ വില്ലന് പിന്നെ എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു വന്ന വില്ലനാണ് 24 എന്ന് പറഞ്ഞ സിനിമയിലെ അത്രയൻ. ആൻഡ് ബ്രോ, ചിലവർ ചിന്തിക്കും അത്രയും ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു വില്ലനാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ അത്രയും ഒരു മാസ്റ്റർ മൈൻഡാണ്. എന്ന് പറഞ്ഞാൽ ഫ്രം ദ വെരി സ്റ്റാർട്ടിങ് അയാൾ വലിയൊരു ബുദ്ധിമാനായിരുന്നു. അപ്പോൾ ചിലവർ ചോദിക്കും ബ്രോ അതെങ്ങനെ? സോ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത്രയും ആരാന്ന് മനസ്സിലാക്കണം. അത്രയും ബേസിക്കലി ഒരു അണ്ടർഗ്രൗണ്ട് മാഫിയ. എൻ്റെ ഒരു ചാരൻ വഴി അയാൾക്ക് മനസ്സിലാവുകയാണ് അയാളുടെ ബ്രദർ ഒരു ടൈം മെഷീൻ പോലത്തെ ഒരു വാച്ച് ഉണ്ടാക്കിയിരുന്നു. അതെ, എൻ്റെ ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് റാമാണ്. ഒരു 6 കൈയുള്ള സയൻറ്റിസ്റ്റ്. എൻ്റെ അയാൾ വാച്ച് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ അത്രയും അവൻ്റെ വീട്ടിലേക്ക് എത്തുവാണ് വിത്ത് ഓൾ ഹിസ് ഗുണ്ടാസ്. അത്രയും വന്ന ഉടനെ റാമിൻ്റെ വൈഫിനെ എല്ലാം കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം റാമിനെ ബ്ലാക്ക് മെയിൽ ചെയ്യണം. മര്യാദയ്ക്ക് എൻ്റെ വാച്ച് താടാ, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ കൊന്നുകളയും. ഓഫ് കോഴ്സ് റാം വാച്ച് അവൻ്റെ കയ്യിൽ കൊടുക്കാത്തതുകൊണ്ട് അയാൾ റാമിൻ്റെ വൈഫിനെ കൊന്നുകളഞ്ഞ്. പക്ഷേ എങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മളെ റാമാണെങ്കിൽ അയാളുടെ കൊച്ചും ആ ടൈം വാച്ചും കൊണ്ട് പെട്ടെന്ന് ടണലിലൂടെ എസ്കേപ്പായിട്ട് റാം ഒരു ട്രെയിൻ വരെ എത്തി. അതായത് അത്രയും ദൂരം വരെ റാം എത്തിയതിനു ശേഷം ആ ട്രെയിനകത്ത് കയറിയപ്പോൾ അതിനകത്ത് ആരും ഇല്ലായിരുന്നു. പക്ഷേ ആ കൊച്ചിനെയും ആ വാച്ചിനെയും സേഫ് ആകാൻ വേണ്ടി അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ പോയപ്പോൾ റാം ഒരു ലേഡീനെ കണ്ടു. അവരുടെ അടുത്ത് എല്ലാം ഏൽപ്പിച്ചു. പക്ഷേ ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായിട്ട് നമ്മൾ അത്രയും ആ ഒരു ട്രെയിനകത്തേക്ക് കയറുന്നത്. റാമിൻ്റെ അടുത്ത് തന്നെ പോയിരുന്നതിന് ശേഷം റാമിൻ്റെ അടുത്ത് ചോദിച്ചു, അവസാനമായിട്ട് ചോദിക്കുകയാണ് വാച്ച് എവിടെയാണെന്ന് പറയാൻ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ കൊന്നുകളയും. പക്ഷേ എന്നിട്ട് എന്നുള്ള റാം ആ വാച്ച് കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. ചിരിച്ചുകൊണ്ട് തന്നെ റാം വിട പറഞ്ഞു. ആ വാച്ച് ആ കൊച്ചിൻ്റെ കൂടെയാണെന്ന് മനസ്സിലാക്കി അത്രയും തൻ്റെ ബ്രദറിനെ കൊന്നുകളയുകയാണ്. പക്ഷെ അത്രേന് കുറച്ച് പേടിയായി, കാരണം ഇവ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പെട്ടിയിൽ നോക്കിയപ്പോൾ അതിനകത്ത് കൊച്ചുമില്ല, ഒന്നുമില്ല. പെട്ടെന്ന് അതിൽ നിന്ന് 10, 9 എന്ന് പറഞ്ഞ് കൗണ്ട് ഡൗൺ കേൾക്കുവാണ്. അപ്പോൾ എല്ലാം കൂടി ചിന്തിച്ച് അത്രയും പേടിയായി. അതുകൊണ്ട് തന്നെ അയാൾ അതിൽ നിന്നങ്ങ് ചാടി. അതെ, ട്രെയിനിൽ നിന്ന് അയാൾ ചാടി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും അത് വെറും ഒരു റെക്കോർഡഡ് നമ്പേഴ്സ് ആയിരുന്നു. പക്ഷേ എന്നാൽ ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ഓൾമോസ്റ്റ് 26 ഇയേഴ്സ് ലേറ്റർ നമ്മളെ റാമിൻ്റെ മോൻ വലുതാവുകയാണ്. പക്ഷേ അവൻ എപ്പോഴും ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടുണ്ട്. അതായത് അവൻ ജനിച്ചപ്പോൾ തൊട്ടേ ഈ ഒരു ബോക്സ് അവൻ്റെ അടുത്തുണ്ട്. പക്ഷേ അവൻ എന്തൊക്കെ ചെയ്തിട്ടും അത് തുറക്കാൻ പറ്റുന്നില്ല. മീൻ വൈൽ ഇതേ സമയത്ത് 26 വർഷത്തിന് ശേഷം കോമയിൽ നിന്ന് നമ്മൾ അത്രയും വരികയാണ്. അതായത് 26 വർഷത്തിന് ശേഷം അയാൾക്ക് ബോധം വരികയാണ്. അങ്ങനെ അയാളുടെ സ്വന്തം മോൻ കണ്ടിട്ട് പേടിയായി. ബിക്കോസ് അയാളുടെ 26 വർഷം ആ വാച്ച് കാരണം പോയി. ഇനിയിപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒരേ സംഭവമേ ഉള്ളൂ, അതായത് എങ്ങനെയെങ്കിലും ആ വാച്ച് കണ്ടുപിടിച്ചിട്ട് പാസ്റ്റിലേക്ക് പോകണം. ബ്രോ, ഈ സമയത്ത് ബൈ കോയിൻസിഡൻസ് അതിൻ്റെ താക്കോൽ എങ്ങനെയൊക്കെയോ നമ്മളെ മനീഷിൻ്റെ ടേബിൾ വരെ എത്തി. ടേബിൾ വരെ എത്തിയപ്പോൾ മനീഷ് വാസ് ലൈക്ക്, ബ്രോ വാട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബോക്സിൻ്റെ സിമ്പിളും ആ ഒരു താക്കോലി സെയിം ആണ്. പക്ഷേ ബോക്സ് തുറന്ന മനീഷിനെ കണ്ടത് ഒരു വെറും നോർമൽ വാച്ചാണ്. അപ്പോൾ മനീഷ് വാസിലേക്ക് വാച്ച് കടയിൽ പിന്നെ വാച്ച് അല്ലാണ്ട് പഴം ഉണ്ടാവൂ. പക്ഷേ ഇവഞ്ച്വലി അവൻ റിയലൈസ് ചെയ്തു, അതായത് ഇത് വെറും ഒരു നോർമൽ വാച്ച് അല്ലായിരുന്നു. ഇതിലൂടെ അവന് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ഈവൻ ടൈമിനെ പോസ് ചെയ്യാനും പറ്റും. പിന്നെ പറയണ്ട, ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മനീഷ് വാസ് ദ മെയിൻ ക്യാരക്ടർ. ബട്ട് ഇവിടെയാണ് സിനിമയിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റ് വരുന്നത്. അതായത് മനീഷിൻ്റെ ഫ്രണ്ട് അടുത്ത ദിവസം ന്യൂസ് പേപ്പറിൽ ഒരു സംഭവം കാണിച്ചു കൊടുക്കും. അതായത് അവൻ്റെ കയ്യിലിരിക്കുന്ന സെയിം വാച്ച് ആരോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ വാച്ച് കൊടുക്കുന്നവർക്ക് 5 കോടി രൂപ ഇവർ കൊടുക്കും. സോ ഇത് കണ്ടപ്പോൾ മനീഷിൻ്റെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത്, എങ്ങനെയെങ്കിലും ആ വാച്ച് കൊടുക്കാം. പക്ഷേ അവിടെ മനീഷിനൊരു കാര്യം മനസ്സിലായി, അതായത് അവൻ്റെ വാച്ചിന് വേണ്ടി ആരൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനീഷിൻ്റെ ഫ്രണ്ടിന് വേണ്ടി മനീഷ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് ഉണ്ടാക്കുകയാണ്. ഇൻഫാക്റ്റ് ആ സ്ഥലത്ത് എത്തിയ എല്ലാവരും ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് കൊണ്ടാണ് വന്നത്. പക്ഷേ ഈ സമയത്തായിരുന്നു അത്രയും ഒരു വലിയ കാര്യം മനസ്സിലായത്. ലൈക്ക് അയാളുടെ അസിസ്റ്റൻ്റ് അടുത്ത് പറയുകയാണ്, അതായത് നമ്പർ 144 ടോക്കൺ നമ്പറുള്ള ആളുടെ കയ്യിൽ ആ റിയൽ വാച്ച് ഉണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അസിസ്റ്റൻറ്റ് വാസ് ലൈക്ക്, അണ്ണൻ എങ്ങനെ മനസ്സിലായി? അപ്പോൾ നമ്മൾ അത്രയും പറഞ്ഞു, ആ ന്യൂസ് പേപ്പറിലാകെ ആ വാച്ചിൻ്റെ ഫ്രണ്ട് ഭാഗമേ ഞാൻ കാണിച്ചിട്ടുള്ളായിരുന്നു. എന്നാൽ നമ്പർ 144 ടോക്കൺ നമ്പറിൽ അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത്രയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മളെ മനീഷും കേട്ട്. പക്ഷേ നമ്മളെ മനീഷിനൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവൻ്റെ വാച്ചിൻ്റെ ബാറ്ററി മൊത്തത്തിൽ ഡെഡായി കിടക്കുമായിരുന്നു. മനീഷിനെ പുറത്തു കൊണ്ടുവരാൻ അത്രേൻ്റെ അസിസ്റ്റൻറ്റ് മനീഷിൻ്റെ ഫ്രണ്ടിനെ ഇടിയോട് ഇടി അവനെ CCTVയുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവച്ച്. ഓഫ് കോഴ്സ് തൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ മനീഷ് അവിടെ നിന്ന് ചാടി. അത്രേൻ്റെ അസിസ്റ്റൻറ്റിനെ ഇടിച്ച് എങ്ങനെയെങ്കിലും തൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി ചിന്തിച്ചു. പക്ഷെ ആ സമയത്തായിരുന്നു ബാക്കിൽ നിന്ന് നമ്മൾ അത്രയും അവനെ 2-3 വെടി വെച്ച്. മനീഷ് വീഴുന്നതിന് മുമ്പേ വാച്ചുള്ള കൈ അത്രയും വെട്ടിയതിന് ശേഷം മനീഷ് താഴേക്ക് പോയി. ദാറ്റ് മീൻസ് നമ്മളെ മനീഷ് മരിച്ചുപോയി.
എടാ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നമ്മൾ അത്രേൻ്റെ പ്ലാൻ. ഹൗ എത്ര ബുദ്ധിമാനാണെന്ന് ചിന്തിച്ചു. എന്നാൽ ബ്രോ ഇവിടെയാണ് വേറൊരു വലിയ ടെസ്റ്റ് കിടക്കുന്നത്. അതായത് നമ്മൾ അത്രയും വീട്ടിൽ പോയതിനു ശേഷം ഓഫ് കോഴ്സ് ഈ വാച്ച് ചാർജ് ചെയ്തിട്ട് അയാൾ 26 വർഷം ബാക്കിലേക്ക് പോകാൻ വേണ്ടി ചിന്തിക്കുമായിരുന്നു. ആൻഡ് അയാൾ വാച്ചിൽ അങ്ങനത്തെ ഒരു സെറ്റിംഗ് ചെയ്തതിനു ശേഷം തിരിച്ച സമയത്ത് അയാൾ കഴിഞ്ഞ ദിവസം രാത്രി കോമയിൽ നിന്ന് എണീക്കുന്ന സമയത്തിലേക്ക് എത്തി. ഓ മൈ ഗോഡ് ബ്രോ, ഈ സമയത്ത് അത്രേന് ഭയങ്കര ദേഷ്യമായിരുന്നു. ആൻഡ് അപ്പോഴായിരുന്നു അയാൾ റിയലൈസ് ചെയ്തത് ഈ വാച്ച് വെച്ച് ആകെ 24 മണിക്കൂർ ബാക്കിലിട്ട് പോകാൻ പറ്റൂ. കാരണം ഇറ്റ് വാസ് പ്രൊജക്ട് 24. പക്ഷേ ഈ സമയത്ത് അത്രേന് ഭയങ്കര ദേഷ്യമായിരുന്നു. അയാൾ ചേട്ടൊന്നും നടക്കുന്നുമില്ല. ആൻഡ് ഇനി എന്ത് ചെയ്യുന്ന അയാൾക്ക് മൊത്തം ഡൗട്ടായിരുന്നു. പക്ഷേ ബ്രോ ആക്ച്വലി അപ്പോഴായിരുന്നു നമ്മൾ അത്രേൻ്റെ മാസ്റ്റർ മൈൻഡ് പ്ലാൻ വരുന്നത്. അത്രയും തൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറയും, അതായത് ഈ വാച്ച് നീ കൊണ്ട് മനീഷിൻ്റെ കയ്യിൽ കെട്ടണം, അതും അവൻ്റെ ഓപ്പോസിറ്റ് കയ്യിൽ, അതായത് വലത് കയ്യിൽ കൊണ്ട് കെട്ടണം, സോ ദാറ്റ് അവൻ ഇവൻച്വലി നമ്മളെ അടുത്തേക്ക് വരും. എൻ്റെ അസിസ്റ്റൻ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത്രേൻ്റെ പ്ലാൻ വർക്കൗട്ട് ആവുകയാണ്. അതായത് സിനിമയിൽ ഇവൻച്വലി നമ്മളെ മനീഷ് അത്രേനെ തപ്പിപ്പോവാണ്. പക്ഷേ അവൻ അത്രേന് പകരം അവൻ്റെ റിയൽ അച്ഛനെയാണ് അവിടെ കാണുന്നത്. നമ്മൾ അത്രയും ഡ്യൂപ്ലിക്കേറ്റ് റാമായിട്ട് ഡ്രസ്സപ്പ് ആയിട്ട് ഇരിക്കുകയാണ്. ആൻഡ് അങ്ങയുടെ കുറേ ഇമോഷണൽ കാര്യങ്ങളും ഇവനും ഇവൻ്റെ അമ്മയുടെ ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ മനീഷിനോട് ആ വിശ്വാസം ഇതെൻ്റെ അച്ഛനാണെന്ന്. ആൻഡ് അതുകൊണ്ട് ഇവഞ്ച്വലി ഈ ഡ്യൂപ്ലിക്കേറ്റ് റാമ ആണെങ്കിൽ മനീഷിൻ്റെ ജീവിതത്തിലേക്ക് വരുവാണ്, ലൈക്ക് അവൻ്റെ റിയൽ അച്ഛൻ. ആൻഡ് ലേറ്റർ ഓൺ ഇൻ ദ മൂവി ചെറിയ ചെറിയ ഡൗട്ട് ചിലവർക്കുണ്ടായിരുന്നു ഇയാളെക്കുറിച്ച്. പക്ഷേ അത്രയും അയാളുടെ ബുദ്ധി വെച്ച് അതെല്ലാം കടന്നുപോയി. പക്ഷേ ബ്രോ ലേറ്റർ ഓൺ ഇൻ ദ മൂവി മനീഷിൻ്റെ അടുത്ത് ഈ ഫേക്ക് ആയിട്ടുള്ള റാം പറയുകയാണ് ദാറ്റ് അയാൾക്ക് 26 വർഷം ബാക്കിലേക്ക് പോയിട്ട് തൻ്റെ ഭാര്യനെ രക്ഷിക്കണമെന്ന്. എൻ്റെ അയാൾ കുറേ ഇമോഷണൽ ഡ്രാമയും കാര്യങ്ങളൊക്കെ നടത്തിയോണ്ട് നമ്മളെ മനീഷും കൺവിൻസ്ഡ് ആയി. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ മനീഷ് രാവും പകലില്ലാതെ ആ വാച്ചിനകത്ത് ഒരു ഡേറ്റ് സിസ്റ്റം കൂടി ആഡ് ചെയ്തു. കാരണം അവൻ ഓൾറെഡി ഒരു വാച്ച് മെക്കാനിക് ആയിരുന്നു. ആൻഡ് ഫൈനലി ബ്രോ ആ വാച്ച് ഉപയോഗിച്ച് നമ്മൾ മനീഷ് 26 വർഷം ബാക്കിലേക്ക് പോകാൻ നിന്ന സമയത്ത് നമ്മൾ അത്രയും അവനെ ചാമ്പിക്കൊണ്ട് അയാളും കൂടി പാസ്റ്റിലേക്ക് പോവുകയാണ്. അതെ ഗൈസ്. ആൻഡ് ബ്രോ ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയും വാസ് വെരി ബ്രില്യൻ. ആൻഡ് അത്രയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ബിക്കോസ് അയാൾ 26 വർഷം മുമ്പ് ബാക്കിലേക്ക് വന്ന് അയാളുടെ ബോഡിയെല്ലാം പെർഫെക്റ്റ് ആയി. ആൻഡ് ഇനി നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും അയാൾക്ക് അറിയായിരുന്നു. ആൻഡ് അയാൾക്ക് എന്തൊക്കെ ചെയ്യണമെന്നും അയാൾക്ക് അറിയായിരുന്നു. പക്ഷേ ഓഫ് കോഴ്സ് ലേറ്റർ ഓൺ ഇൻ ദ ഫിലിം നമ്മൾ അത്രയും വാസ് കിൽഡ് ബൈ ഹിസ് ഓൺ ബുള്ളറ്റ്. അതെ, റാം അത്രേനെ കൊന്നു കളഞ്ഞ്. പക്ഷേ ഓവറോൾ ബ്രോ അറ്റ് ദ എൻഡ് ഓഫ് ഫിലിം എനിക്ക് സത്യം പറഞ്ഞാൽ അത്രേനെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അങ്ങയുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് സിനിമയിൽ നമുക്ക് 1-2 അതിൽ കൂടുതൽ ട്വിസ്റ്റ് ഉണ്ട്. അതിന് എല്ലാ ട്വിസ്റ്റിൻ്റെ കാരണം നമ്മൾ അത്രയും തന്നെയായിരുന്നു. എനിവേസ് ഗൈസ്, അതൊക്കെയായിരുന്നു നമ്മൾ അത്രേൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ആക്ച്വലി അത്രേനെ ഇഷ്ടപ്പെട്ടോ? അതൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ആൻഡ് ബ്രോ ഡോക്ടർ വസീകരൻ ആക്ച്വലി 2.0 വില്ലൻ ആയിരുന്നു. ഇത് മനസ്സിലാക്കാൻ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.